എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പൗലോസിൻ്റെ കള്ളത്തരങ്ങളെല്ലാം അലീന കണ്ടുപിടിച്ചിട്ട് ആ വിവരമെല്ലാം സ്റ്റാൻലിയെ അറിയിക്കുകയാണ്. പക്ഷേ സ്റ്റാൻലി പറയുന്നത്, അലീന, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് കിച്ചൻ്റെ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ടെന്നും അതൊക്കെ ഇവിടുത്തെ സർവൻറ്റ് ചെയ്തോളും. നീ ഇപ്പോൾ താമസിക്കുന്നത് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളായിട്ടാണ്. ഒരു രാജകുമാരിയെ പോലെ നിന്നെ സംരക്ഷിക്കാനാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ ഇവിടുത്തെ വീട്ടുവേലക്കാരിയല്ല. അതുകൊണ്ട് തന്നെ കിച്ചണിൽ ഒരു കാര്യങ്ങളിലും നീ ഇടപെടരുതെന്ന് ശക്തമായിട്ട് തന്നെ സ്റ്റാൻലി അലീനയ്ക്ക് വോൺ ചെയ്യുകയാണ്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് അറിയത്തില്ല ഇവിടെ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കള്ളത്തരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പപ്പ ഇതൊന്നും അന്വേഷിക്കുന്ന പോലുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ ഞാനിതെല്ലാം അന്വേഷിച്ചോളാം. പിന്നെ നീ എന്തിനാ കിച്ചണിൽ പോയി പൗലോസുമായിട്ട് തർക്കിച്ചെന്ന് ചോദിക്കും. അത് പപ്പ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അന്വേഷണമൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കിച്ചണിൽ ആവശ്യമില്ലാത്ത ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഭക്ഷണം വേസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പം അതൊന്നും ചെയ്യണ്ട. പപ്പയുടെ പൈസ അനാവശ്യമായിട്ട് കളയേണ്ടത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചോളൂ എന്ന് പറയും. അലീന, ഞാൻ വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചാണ് വളർന്നത്. എൻ്റെ ടീൻമേഴ്സിൽ എപ്പോഴും വിഭവസമൃദ്ധമായി ഒരുപാട് വില കൂടി ഭക്ഷണങ്ങൾ കാണും. അതിൽ എത്ര മിച്ചം വരുന്നുണ്ട്, എത്ര ഭക്ഷണം ആർക്ക് കൊടുക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. പക്ഷേ പപ്പ ഒന്ന് ആലോചിക്കണം. പപ്പയുടെ ടിൻമേശയിൽ ഒരുപാട് ഭക്ഷണം അധികം വരുന്നുണ്ടെന്നും മിച്ചം വരുന്ന കാര്യം പപ്പ പറഞ്ഞല്ലോ. പക്ഷേ ഇതുപോലെ മിച്ചം വരുന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച് ഒരു അനാഥ പെൺകുട്ടി 22 വർഷക്കാലം അനാഥ മന്ദിരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയാണ് ഇപ്പം പപ്പയുടെ മുന്നിൽ നിൽക്കുന്ന പപ്പയുടെ മകൾ അലീന. എനിക്ക് ഭക്ഷണം വേസ്റ്റായി കളയുന്നതും ദൂർത്തും കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല പപ്പ എന്ന് പറഞ്ഞ് അലീന സങ്കടത്തോടെ കരയുന്നുണ്ട്. ഇത് കാണുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല വിഷമമാവുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അങ്ങ് പോവുകയാണ്. അതിനുശേഷം പൗലോസിനങ്ങ് സന്തോഷവും കിച്ചണിൽ വന്നിട്ട് എല്ലാ പരാതികളും കണ്ടുപിടിച്ച ധൈര്യത്തിലാണ് അലീന പോയത്. പക്ഷേ സ്റ്റാൻലിയുടെ അടുത്ത് എന്നിട്ടില്ലാത്ത കഥകളൊക്കെ പറഞ്ഞിട്ട് പൗലോസ് കരുതിയത് അലീനെ സ്റ്റാൻലി വഴക്കോറുന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. എങ്കിലും പൗലോസിന് സന്തോഷമായി. ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ് പൗലോസ്. അതിനുശേഷം നെടുമ്പുരയ്ക്കിൽ ബാലചന്ദ്രൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ കൃഷ്ണജയും ബബിതയും കൂടി ഇരുന്ന് ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തി അങ്ങോട്ട് വരും. എന്താ നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലയെന്ന് ചോദിക്കും. അപ്പം സമയമാകുമ്പോൾ ഞങ്ങൾ പഠിച്ചോളാം, അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കേണ്ട കാര്യം എന്തോന്ന് ചോദിക്കും. എന്തോ ഇതിനു വേണ്ടി എപ്പോഴും സംസാരിക്കാനുള്ളത്? എന്താ അമ്മേ, ഞങ്ങൾക്കൊന്ന് സംസാരിച്ചുകൂടായോ? ഞങ്ങൾ സിസ്റ്റേഴ്സല്ലേ, ഞങ്ങൾക്ക് സംസാരിച്ചുകൂടെന്നൊക്കെ ചോദിക്കും. ഇതിനു വേണ്ടി എന്തോ അങ്ങ് സംസാരിക്കാൻ? അമ്മയുടെ പ്രശ്നം എന്താ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. എന്തിനാ എപ്പോഴും ഞങ്ങളുടെ പുറമേ നടന്ന് ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞങ്ങൾ സമയമാകുമ്പോൾ പഠിച്ചോളാം, അമ്മ വെറുതെ ഞങ്ങളെ പഠിപ്പിക്കാൻ അങ്ങ് നിൽക്കേണ്ട എന്ന് അപ്പോഴത്തേക്ക് വൈജയന്തി പറയും, നിൻ്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരം കഴിഞ്ഞിട്ട് അകത്ത് പോരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം അങ്ങ് പോവുകയാണ്. ഇത് കാണുമ്പം ബബിത പറയും, ഇതെന്തൊരു കഷ്ടമായത്, എപ്പം നോക്കിയാലും നമ്മുടെ പുറമേ നടന്ന് ബഹളം വെക്കാൻ നോക്കുക. അപ്പം കൃഷ്ണജ പറയും, നമ്മൾ തമ്മിൽ ഒന്നിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം അച്ഛന് അനുകൂലമായിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്, അതിൻ്റെ ദേഷ്യമായിരിക്കും. അത് സംശയമൊന്നുമില്ല, വെറുതെ ഓരോ പ്രശ്നങ്ങളുണ്ടാകാനായിട്ട്. ഈ അമ്മ തന്നെ അച്ഛനെ വെറുതെ ചൊടിപ്പിച്ച് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ചേച്ചി, അച്ഛൻ പറഞ്ഞിട്ടില്ലേ വെറുതെ അമ്മയോട് ഒന്നും പറഞ്ഞ് തർക്കിക്കാൻ നിൽക്കേണ്ടെന്ന്? എന്ത് പറഞ്ഞാലും ചേച്ചി അത് കേട്ട ഭാവം നടിക്കേണ്ട, അല്ലാതെ വെറുതെ അമ്മയായിട്ട് തർക്കിക്കാൻ നിൽക്കേണ്ട ബബേച്ചി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് തർക്കിക്കാതിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ നമ്മുടെ മനു അങ്ങോട്ട് വരുന്നത്. മനുവിനെ കാണുന്നതും ബബിതയ്ക്കും കൃഷ്ണമോക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. മനുവേട്ട എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അല്ല, എന്ത് പറ്റി രണ്ടുപേരും കൂടി പുറത്തിരുന്ന സംസാരം? ഒന്നുമില്ല, വെറുതെ ഇരുന്ന് സംസാരിച്ചതെന്ന് പറയും. അല്ല, ആൻറ്റി വന്നിട്ട് എങ്ങനെയുണ്ട്? പഴയ ഭരണമൊക്കെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം. ഇപ്പം ഞങ്ങളോട് വഴക്കിട്ട കൊണ്ട് പോയതേ ഉള്ളൂ. അതെന്നാ കാര്യം? ഞങ്ങൾ തമ്മിൽ അധികം നേരം സംസാരിക്കുന്നതൊന്നും അമ്മയ്ക്കതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒറ്റ സെറ്റാണല്ലോ, അതുകൊണ്ട് അമ്മ മാത്രം ഒറ്റയ്ക്കായി, അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടെന്ന് കൃഷ്ണജ പറയുന്നുണ്ട്. അത് കൊള്ളാം. അങ്കിളോ? അച്ഛനകത്തുണ്ടെന്ന് പറയും. ശരി, ഞാൻ അങ്കിളിനെയും ആൻറ്റി ഒന്ന് കാണട്ടെന്ന് പറയും. അങ്ങനെ അകത്തോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും മനുശങ്കർ ചോദിക്കും, അല്ല ആൻറ്റി തിരിച്ചു വന്നിട്ട് ഭരണമൊക്കെ ഏറ്റെടുത്തിട്ട് എങ്ങനെയുണ്ട്? ഭരണം ഏറ്റെടുക്കാനോ? ഇവിടെ ഞാൻ തന്നെ ആയിരുന്നല്ലോ ഭരിച്ചിരുന്നത്. പിന്നെ ഇത്രയും നാൾ ഇടയ്ക്കൊരുത്തി വന്ന് കയറി കുറച്ച് ഭരണമൊക്കെ നടത്തി. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ ഭരിക്കുന്നതിന് മറ്റാരുടെയും സമ്മതമൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ. അല്ല ആൻറ്റി, അലീനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അവളെക്കുറിച്ച് എനിക്ക് ഓർക്കേണ്ട യാതൊരു കാര്യമില്ല. അവളെൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് പോയവളാണ്. കഴിഞ്ഞു പോയതൊന്നും ഞാൻ ഓർക്കാറില്ല. അത് നല്ലതാണ് ആൻറ്റി, കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കാതിരിക്കാതെ. പക്ഷേ ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അലീനയുടെ കാര്യം പോലെ തന്നെ ആൻറ്റിയുടെ പാസ്റ്റും ആൻറ്റി ഓർക്കുന്നത് നല്ലതാണ്. എൻ്റെ പാസ്റ്റിന് എന്താടാ കുഴപ്പം?
അത് എന്നെക്കാട്ടി നന്നായി ആൻറ്റിക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും. അതെന്താ മനു നീ അങ്ങനെ ഒരു സംസാരം? എൻ്റെ പാസ്റ്റിന് എന്താ പ്രശ്നം? നിനക്ക് എൻ്റെ പാസ്റ്റിനെക്കുറിച്ച് എന്താ അറിയാവുന്നത്? എന്താ അറിയാവുന്നതെന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ ആൻറ്റിക്ക് ആൻറ്റിയുടെ പാസ്റ്റിനെക്കുറിച്ച് നല്ലോണം അറിയാം. അതുകൊണ്ട് അത് ഓർത്ത് വേണം ആൻറ്റി ഇവിടെ പെരുമാറാനും സംസാരിക്കാനും. അല്ലെങ്കിൽ ആൻറ്റിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാവും ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ആൻറ്റി വെറുതെ ആൻറ്റിയുടെ ജീവിതം കുഴപ്പത്തിലാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും പിന്നെയും വൈജയന്തിയുടെ പാസ്റ്റിനെക്കുറിച്ച് മനു പറഞ്ഞ കാര്യമാണ് പിന്നെയും ആലോചിക്കുന്നത്. എന്താ ഇവൻ ഇനി മുമ്പ് കഴിഞ്ഞു പോയ എൻ്റെ ആകെയിലെ ജീവിതത്തെക്കുറിച്ചെങ്ങാനും ഇവൻ എന്തെങ്കിലും അറിയാവോ? ഇനി അലീന മുമ്പ് അവിടെ വന്ന് സംസാരിച്ചു, ഇനി അവളെന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? അങ്ങനെ പല ചിന്തകളും വൈജയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതിനുശേഷം ബാലേന്ദ്രനെ കാണാനായിട്ട് റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കും, ആ അങ്കിളെ, അല്ല നിനക്കിന്ന് പോകണ്ടായിരുന്നോ? ഇന്ന് ഞാൻ ലീവ് എടുത്തെന്ന് പറയും. നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വന്നത്? കണ്ടു. വൈജയെ കണ്ടില്ലായിരുന്നോ? കണ്ടു. താഴെ വെച്ചൊരു സംസാരമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഇങ്ങ് പോരുന്നതെന്ന് ചോദിക്കും. അങ്കിൾ ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. അങ്കിൾ ഹെൽത്തൊക്കെ നല്ലോണം നോക്കണം. അലീനയുള്ള സമയത്തിന് മരുന്നും ഫുഡും ഒക്കെ എടുത്ത് തരുമായിരുന്നല്ലോ. ഇപ്പം അതൊന്നും നോക്കാനൊന്നും ശ്രദ്ധിക്കാനൊന്നും ആരും കാണത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്കിളിൻ്റെ ഹെൽത്ത് നോക്കണം. എന്തോന്ന് ഹെൽത്ത് നോക്കാനാടാ? ഇനി എൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യാനാ? പക്ഷേ ഞാനൊരു കാര്യം ചെയ്യും. എൻ്റെ കയ്യിലേ ഒരു ബോംബിരിപ്പുണ്ട്. അത് പൊട്ടിച്ചതിന് ശേഷമേ എനിക്കെന്തെങ്കിലും സംഭവിക്കൂ എന്ന് ചോദിക്കും. അതെന്താ അങ്കിളെ അങ്ങനെ? അതങ്ങനെ എന്നോട് മത്സരത്തിന് വരാനായിട്ട് മെനക്കെട്ടിരിക്കുകയാണല്ലോ വൈജ. അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ പ്രയോഗിക്കാനായിട്ട് ഒരു ബോംബ് എൻ്റെ കയ്യിലുണ്ട്. അത് ഏത് നിമിഷവും ഞാൻ പൊട്ടിക്കും. അത് അവൾക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ എല്ലാം ക്ഷമിച്ചും അടങ്ങി നിൽക്കുന്നത് എൻ്റെ മക്കളെ ഓർത്ത. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ക്ഷമിച്ചും ഇതുവരെ എത്തിയത്. ഇനിയും എനിക്ക് എത്ര നാളത് പിടിച്ചു വെക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല. ഏത് നിമിഷവും പൊട്ടിക്കാൻ പാകത്തിനൊരു ബോംബും കൊണ്ട് തന്നെ ഞാൻ നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അനുവിനൊരു ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.